ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. ഭർത്താക്കന്മാരുടെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി ഭാര്യമാർക്ക് ഏത് പുരുഷനെ വേണമെങ്കിലും പ്രേമിക്കാം, സ്നേഹിക്കാം, പ്രണയിക്കാം. അതായത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലാതെ, ഫിസിക്കൽ ഇൻറ്റിമേഷൻ ഇല്ലാതെ ഏത് രീതിയിൽ വേണമെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവല്ലാതെ വേറൊരു പുരുഷനായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. അതിലൊരു തെറ്റുമില്ല എന്നാണ് മധ്യപ്രദേശ് ഹൈക്കോർട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന്. നിങ്ങളുടെ കാര്യം ഇനി ഗോവിന്ദ അല്ലേ? എന്താ ചെയ്യുക? ഹൈക്കോർട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതിലൊരു തെറ്റുമില്ല എന്നാണ് പറഞ്ഞ്. ശാരീരിക സംബന്ധം അല്ലാതെ ശാരീരിക ബന്ധം മാത്രം പാടില്ല. അതല്ലാതെ ഏത് രീതിയിൽ വേണമെങ്കിലും ഭാര്യമാർക്ക് വേറെ പുരുഷന്മാരെ സ്നേഹിക്കാം, പ്രേമിക്കാം, പ്രണയിക്കാം, ലവ് ചെയ്യാം, സംസാരിക്കാം, മെസ്സേജ് ഇടാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ളതാണ്. ഷോക്ക് ആയിപ്പോയി ഈ ഒരു ജഡ്ജ്മെൻറ്റ് കേട്ടിട്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മധ്യപ്രദേശ് ഹൈക്കോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു ജഡ്ജ്മെൻറ്റിനെ ചാലഞ്ച് ചെയ്തിട്ട് ഹസ്ബൻഡ് സുപ്രീം കോർട്ടിൽ പോയി അവിടെ എന്തെങ്കിലും ഇനി മാറ്റം വന്നാൽ മാത്രമേ ഇനി എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. അല്ല എങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ നിയമം ഇതാണ്. അതുകൊണ്ട് ഇനി ഭാര്യമാർക്ക് ആരെങ്കിലും കാമുകന്മാരുണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരെ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനി നടക്കില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ലാതെ ഏത് രീതിയിൽ വേണമെങ്കിലും ഭാര്യമാർക്ക് വേറെ പുരുഷന്മാരെ സ്നേഹിക്കാം എന്നാണ്. എങ്ങനെയുണ്ട്? കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ്. ഭർത്താക്കന്മാരുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹെൽപ്ലെസ് ആണ്. ജഡ്ജ്മെൻറ്റ് വന്നിട്ടുള്ളത് ഹൈക്കോർട്ടിൽ നിന്നാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് ലീഗൽ അപ്ഡേറ്റ്. ബൈ ഗൈസ്, ടേക്ക് കെയർ.